എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ വെക്കേഷന് നാട്ടിലേക്ക് പോകാൻ കേട്ടോ. നമ്മളിപ്പോൾ ദമാം എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ നമ്മളൊരു 3 മണിക്കൂർ മുമ്പ് തന്നെ എത്തി. നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ പോകുന്നത് ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ചെക്ക് ചെയ്തപ്പം ഇൻഡിഗോയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഫുഡും കാര്യങ്ങളൊന്നും കാര്യമായിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു ഉപ്മാവും അതുപോലെ കോഫി ജ്യൂസും അത്രേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ അൽബേക്കിൽ നിന്ന് കുറച്ച് ഫുഡ് കയ്യിൽ കരുതാമെന്ന്. അപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. ബാക്കിയുള്ള ഫുഡ് കയ്യിൽ കരുതുകയും ചെയ്തു. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് എയർപോർട്ടിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഉണ്ണിയുടെ ഒരു ഫ്രണ്ടും ഫാമിലിയും ഉണ്ടായിരുന്നു നമ്മുടെ സെയിം ഫ്ലൈറ്റിൽ തന്നെ. ഇപ്രാവശ്യം നമുക്ക് കിട്ടിയത് ഫസ്റ്റ് റോ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ചല്ല സീറ്റ് കിട്ടിയത്. പിന്നെ ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ എല്ലാവരും സീറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടിരുന്നു. ദച്ചുവിന് എപ്പോഴും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ ചൂളി പിടിച്ചിരിക്കുകയാണ്. എനിക്ക് ഫ്ലൈറ്റിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ടേക്ക് ഓഫും ലാൻഡിങ്ങും ആണ്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റിലെ ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കിയപ്പോൾ തന്നെ ഉപ്പുമാവായിരുന്നു. എനിക്ക് പൊതുവെ ഉപ്പുമാവ് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും കഴിച്ചില്ല. പിന്നെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മേടിച്ചത് കോഫി ആയിരുന്നു. കോഫി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം പുറത്തേക്കൊക്കെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഉറക്കം വന്നപ്പോൾ അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിരപ്പള്ളിയുടെ മുകളിൽ കൂടെയൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഫ്ലൈറ്റിലിരുന്നിട്ട് ആ ഒരു വ്യൂ കാണാനായിട്ട് നല്ല രസമായിരുന്നു. ഞാനത് ഫ്ലൈറ്റിൻ്റെ ഒരു ഗ്ലാസ്സിൽ കൂടെ ഇങ്ങനെ എടുത്തതുകൊണ്ടാണ് നമുക്ക് ഈ വ്യൂ അത്ര ഒരു ക്ലിയർ ആയി തോന്നാത്തത്. പക്ഷേ നമ്മൾ അതിലിരുന്ന് കാണുമ്പം നമുക്ക് ഭയങ്കര ഒരു രസമായിട്ടുള്ളൊരു വ്യൂ തന്നെയാണത്. വെള്ളച്ചാട്ടത്തിന് ചുറ്റും നിറയെ പച്ചപ്പും കാടും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമുക്കതെങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിനുള്ളിലെത്തി ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ അങ്ങോട്ട് എത്തുമ്പോഴത്തേനും ലഗേജൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കയ്യിലുള്ള ബോക്സ് കൂടാതെ വേറെ 4 പെട്ടികൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തേക്കേണ്ടി വന്നു. പിന്നെ എല്ലാ ലഗേജും കിട്ടി. പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മൾ നാട്ടിലെത്തി. ഇതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.